പൈ നെറ്റ്വർക്ക് ഇന്ത്യ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഹായ് പൈനിയേഴ്സ്, നിങ്ങളുടെ ഫോണിലെ പൈ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാനാവുന്നത് ഓപ്പൺ മെയിൻനെറ്റുമായി ബന്ധപ്പെട്ട പൈ കോർ ടീമിൻ്റെ ഒരു അനൗൺസ്മെൻ്റ് ആണ്. കണ്ടീഷൻസ് ആൻഡ് ടൈം ലൈൻ അപ്ഡേറ്റ്സ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ പോകുന്നത് എന്താ, അവിടെ കാണുന്നത് 18 മില്യൺ ആൾക്കാരുടെ KYC ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 8 മില്യൺ ആൾക്കാരുടെ മൈഗ്രേഷനും കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ വായിക്കുന്നത് അവരുടെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദ പൈ നെറ്റ്വർക്ക് വിൽ ലോഞ്ച് ഓപ്പൺ നെറ്റ്വർക്ക് ഇൻ Q1 ഓഫ് 2025. ഓക്കെ, Q1 എന്ന് പറഞ്ഞാൽ ക്വാർട്ടർ 1 എന്നാണ്. അതായത് ജനുവരി 1 മുതൽ മാർച്ച് 31 വരെയുള്ള ഒരു 3 മാസ കാലയളവാണ് നമ്മൾ Q1 എന്ന് പറയുന്നത്. അത് കഴിഞ്ഞുള്ള 3 മാസത്തിനെ നമ്മൾ Q2 എന്ന് പറയും, Q3, Q4 എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങ് പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് ഓപ്പൺ മെയിൻനെറ്റ് മാർച്ച് 14 ഉണ്ടാകുമെന്നാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണക്കാക്കിയത്. ഓക്കെ, അതായത് 2025 പൈ ഡേയിലായിരിക്കും മെയിൻനെറ്റ് ലോഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അനുമാനം. ഓക്കെ, പക്ഷേ തീർച്ചയായും പൈ കോർ ടീമിൻ്റെ ഇന്നലത്തെ അനൗൺസ്മെൻറ്റ് നമ്മൾ മനസ്സിരുത്തി നോക്കുകയാണെങ്കിൽ ഈ ഡേറ്റ് ആണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. കാരണം അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ് പോകുന്നത്: വി എക്സ്പെക്ട് ടു സർപാസ് the 10 million migration goal at our current migration speed by January or February എന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. This reveals the very intention of the Pi Core team. എന്താണല്ലേ പറയാം ഡിയർ പയനിയേഴ്സ്. മുകളിലത്തെ പാരഗ്രാഫ് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും പൈ കോർ ടീം പറയുന്നത് 18 മില്യൺ ആൾക്കാരുടെ KYC കഴിഞ്ഞു. ഓക്കെ, 8 മില്യൺ ആൾക്കാരുടെ മൈഗ്രേഷനും കഴിഞ്ഞു. അപ്പോൾ ഇനി KYC കഴിഞ്ഞിട്ട് മൈഗ്രേഷന് വേണ്ടി കാത്തിരിക്കുന്ന 10 മില്യൺ ആൾക്കാരുണ്ട്. ഓക്കെ, ഇനി ഇത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഇനി അടുത്ത പൈക്കോർ ടീമിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് മൈഗ്രേഷൻ്റെ സ്പീഡ് 2 ലക്ഷം പെർ ഡേ എന്നാണ്. 2 ലക്ഷം പെർ ഡേ. അപ്പോൾ 2 മില്യൺ ആവാൻ എത്ര ദിവസം വേണം? അതായത് കറണ്ട് സ്പീഡിൽ 2 മില്യൺ ആവാൻ 10 ദിവസം മാത്രം മതി. കാരണം എന്താ, ഓൾറെഡി 10 മില്യൺ ആൾക്കാർ മൈഗ്രേഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ഓക്കെ, അപ്പം ഇവർക്ക് സ്പീഡ് ഇപ്പോൾ എത്ര ഉണ്ട്? 2 lakhs ഉണ്ടെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ 2 മില്യൺ അടിക്കാൻ 10 ദിവസം മതി. ഓക്കെ, പക്ഷേ അവർ മുകളിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ജനുവരിയിലോ ഫെബ്രുവരിയിലോ ആവും നമുക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് അതിൻ്റെ ഉദ്ദേശം മാത്രമല്ല, ഗ്രേസ് പീരീഡ് നമ്മളെ ഡിസംബർ 31 വരെയുള്ള ഗ്രേസ് പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്ത് ജനുവരി 31 വരെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത് ജനുവരി 31 കഴിഞ്ഞും KYC 31 വരെ KYC ആപ്ലിക്കേഷൻ കൊടുത്തവരുടെ മൈഗ്രേഷനും കൂടെ കഴിഞ്ഞതിന് ശേഷം മോർ ഇൻക്ലൂസീവ് ആയി നമ്മൾ അവരെയും കൂടെ നമ്മുടെ കൂടെ ചേർത്തതിന് ശേഷം മാത്രം നമ്മൾ മെയിൻനെറ്റ് ഓപ്പൺ ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ അതായത് മാർച്ച് 14 അവർ മാർച്ച് മാസത്തിലെ അവർ മെയിൻനെറ്റ് ഓപ്പൺ ആക്കുകയുള്ളൂ എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇതുവരെ നമ്മൾ KYC ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാത്തവർ ദയവായി നിങ്ങളുടെ KYC ആപ്ലിക്കേഷൻ ഉടനെ തന്നെ സബ്മിറ്റ് ചെയ്യുക. കാരണം അതിനൊരു കാരണമുണ്ട്. കാരണം ഈ ജനുവരി 31 കൂടെ കഴിഞ്ഞു പോയാൽ നമ്മൾ പിന്നെ KYC അത് കഴിഞ്ഞാൽ പിന്നെ മാർച്ച് വരുന്നു, തൊട്ടടുത്ത പിന്നെ ഒരു 45 ദിവസത്തിനുള്ളിൽ മെയിൻനെറ്റ് ഓപ്പൺ ആകുന്നു. പിന്നെ നമ്മൾ KYC ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി മൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു നിശ്ചിത ശതമാനം പൈ കോയിൻസ് അവർ പെനാൽറ്റി ആയിട്ട് ഈടാക്കിയിട്ട് മാത്രമേ നമ്മുടെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് ദയവായി നിങ്ങൾ ഇപ്പോൾ തന്നെ KYC ഇതുവരെ ചെയ്യാത്തവർ KYC ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ടായാലും ശരി, അതുപോലെ തന്നെ ഫേസ്ബുക്കിലോ മറ്റാരെങ്കിലും നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ശരി, അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സ് ഒരുപാട് പേര് നമ്മുടെ പൈ മൈനിങ് നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, വളരെ കാലം മുമ്പ് തന്നെ. പക്ഷേ ഇത് കുറച്ചു കാലം നമ്മളെ വെറുപ്പിക്കൽ ആയതുകൊണ്ട് പലരും ഇത് നിർത്തിപ്പോയി.
ചിലരുടെ ഫോൺ പൊട്ടിപ്പോയി, ചിലരുടെ അവർ ഫോൺ എക്സ്ചേഞ്ച് ചെയ്തപ്പോൾ, അതായത് ഫോൺ അപ്ഗ്രേഡ് ചെയ്തപ്പോൾ പഴയ ഫോണിലുണ്ടായിരുന്നത് അവർ ഉപേക്ഷിച്ചു. പലരും നിരാശരായിട്ട് ഇത് അൺഇൻസ്റ്റോൾ ചെയ്ത് കളഞ്ഞ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എങ്ങനെ അവരുടെ പൈ അക്കൗണ്ട് റിക്കവർ ചെയ്യാം, അത് കഴിഞ്ഞ് KYCക്ക് അപ്ലൈ ചെയ്യാം എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. കാരണം ഇവരുടെ അക്കൗണ്ട് റിക്കവർ ചെയ്യാൻ പറ്റും. അത് വളരെ സിമ്പിളാണ്. നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ എന്തോ കാരണങ്ങളായിക്കോട്ടെ, ഇപ്പം നിങ്ങളുടെ കയ്യിൽ പൈയുടെ ഒരു സംഭവവും നിങ്ങളുടെ കയ്യിലില്ല, പക്ഷെ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു ആൻഡ്രോയിഡ് ഫോണുണ്ട്, നിങ്ങൾ നേരത്തെ കുറേ കാലം പൈ മൈൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത്യാവശ്യം കോയിൻസും ഉണ്ട്, പക്ഷേ അതെങ്ങനെ റിക്കവർ ചെയ്യണമെന്ന് നിങ്ങൾക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ദയവായി നിങ്ങളുടെ ഇപ്പോഴത്തെ ഫോൺ എടുക്കുക. ഫോൺ എടുത്തതിന് ശേഷം പ്ലേ സ്റ്റോർ എടുക്കുക. പ്ലേ സ്റ്റോറിൽ പോയി പൈ നെറ്റ്വർക്ക് എന്നടിക്കുക. പൈ നെറ്റ്വർക്ക് എന്നടിക്കുമ്പോൾ പൈ നെറ്റ്വർക്കിൻ്റെ നമ്മുടെ സിമ്പലുള്ള ആപ്പ് വരും. ആ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, സിമ്പിളല്ലേ? ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ മൊബൈലിൽ വന്നാലുടൻ തന്നെ നമ്മളത് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഓപ്പൺ ചെയ്യുമ്പോൾ അവരാദ്യം നമ്മളോട് ചോദിക്കുന്നത് ഫേസ്ബുക്ക് വെച്ച് വേണോ അതോ ഫോൺ നമ്പർ വെച്ച് വേണോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ഫോൺ നമ്പർ സെലക്ട് ചെയ്യുക. ഫോൺ നമ്പർ സെലക്ട് ചെയ്യുമ്പോൾ കൺട്രി കോഡ് വരും, പിന്നെ ഫോൺ നമ്പർ കൊടുക്കാനുള്ള സ്പേസും വരും. ഓക്കെ, കൺട്രി കോഡിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ +91 എടുക്കുക, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കേണ്ട സ്ഥലത്ത് നമ്മളെ പൈ നേരത്തെ മൈൻ ചെയ്തപ്പോൾ കൊടുത്തൊരു ഫോൺ നമ്പർ ഉണ്ടാവുമല്ലോ, ആ ഫോൺ നമ്പർ നമ്മളവിടെ അടിച്ചു കൊടുക്കുക. ഓക്കെ, നമ്മളെ ഫോൺ നമ്പർ കൊടുത്ത് നമ്മളടുത്ത് നെക്സ്റ്റ് അടിക്കുമ്പോൾ നമുക്കടുത്ത് പാസ്വേഡ് ചോദിച്ചുകൊണ്ടുള്ള ഒരു കോളം വരും. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? ഈ നമ്പർ തന്നെയാണ് നിങ്ങൾ പൈ നെറ്റ്വർക്കുമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ കയ്യിൽ പാസ്വേഡോ ഒന്നുമില്ല, മറന്നുപോയി. പാസ്വേഡ് ഉണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ പാസ്വേഡ് കൊടുത്ത് റീസെറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് കൊടുക്കുക. ഫോർഗോട്ട് പാസ്വേഡ് കൊടുക്കുമ്പോൾ നമുക്കടുത്ത് ഫോൺ നമ്പർ വെരിഫിക്കേഷനാണ്. നേരെ ഫോൺ നമ്പർ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ നേരെ അടുത്തൊരു പേജിലേക്ക് പോകും. അവിടെ USA വന്ന് നിൽക്കും. USA തന്നെ സെലക്ട് ചെയ്താൽ മതിയാവുന്നതാണ്. അത് കഴിഞ്ഞ് SMS സെലക്ട് ചെയ്യുക. അപ്പോഴേക്കും ഒരു 6 അക്ക കോഡ് ജനറേറ്റ് ആവും. അത് നമ്മുടെ SMS ചെയ്യുന്ന പേജിൽ വന്ന് നിൽക്കും. നമ്മൾ ജസ്റ്റ് ഒരു സെൻഡ് മെസ്സേജ് കൊടുക്കുക. ഓക്കെ, ഒരു വിത്തിൻ ഒരു 30 സെക്കൻഡ്സ് 1 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് 2 കോളം വരും. പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള കോളമാണ് വരുന്നത്. അവിടെ നിങ്ങളെ പുതിയ പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കൊടുക്കുക. റീസെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അതിന് ഒരു അക്കം വേണം, ഒരു ക്യാപിറ്റൽ ലെറ്റർ വേണം, ഒരു സ്മോൾ ലെറ്റർ വേണം, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ വേണം. അതുപോലെ തന്നെ എല്ലാം കൂടെ ചേർത്തെടുക്കുമ്പോൾ 8 ഡിജിറ്റ്സിൽ കൂടുതൽ വരണം. ഓക്കെ, അങ്ങനെ ഒരു പാസ്വേഡ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അക്കൗണ്ട് റീസെറ്റ് ആയെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അക്കൗണ്ട് നിങ്ങൾക്ക് റീസെറ്റ് ആയി കഴിഞ്ഞു. നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ കോയിൻസൊക്കെ തിരിച്ചു കിട്ടും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഫോൺ നമ്പർ നേരത്തെ കൊടുത്ത ഫോൺ നമ്പർ ഏതാണെന്ന് അറിയില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഏതാണ് കൊടുത്തു എന്ന് നിങ്ങൾക്ക് ഒരു ചെറിയ ഓർമ്മ ഉണ്ടാവുമല്ലോ, അങ്ങനെ കൊടുത്തു നോക്കുക. അപ്പോഴേക്കും പാസ്വേഡ് ചോദിക്കുകയാണെങ്കിൽ ആ നമ്പർ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പേരും മറ്റു കാര്യങ്ങളും ആയിരിക്കും ചോദിക്കുന്നത്, ഡീറ്റെയിൽസും ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യുക. അടുത്ത നമ്പർ വീണ്ടും അത് ക്ലോസ് ചെയ്ത് കളയുക. വീണ്ടും ഒന്നുകൂടെ എടുക്കുക. വീണ്ടും ഫോൺ നമ്പർ സെലക്ട് ചെയ്യുക. രണ്ടാമത്തെ നമ്പർ കൊടുക്കുക. അപ്പോൾ പാസ്വേഡ് ചോദിക്കും. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ നമ്മുടെ പഴയ പിന്നെ നമ്മുടെ കളഞ്ഞുപോയ അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ പൈയുടെ അക്കൗണ്ട് റിക്കവർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ അക്കൗണ്ട് റിക്കവർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് KYC ചെയ്യുന്നത്, അതുപോലെ മെയിൻ നെറ്റ് ചെക്ക് ലിസ്റ്റ് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ അക്കൗണ്ട് നിങ്ങൾ തീർച്ചയായും റിക്കവർ ചെയ്തെടുക്കുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഡിയർ പൈനിയേഴ്സ്, നമുക്കിനി 80 ദിവസം മാത്രമേ ഉള്ളൂ പൈനിയേഴ്സ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ് പൈ നെറ്റ്വർക്ക് ഇന്ത്യ.